കൂട്ടുകാരെ, ഇന്ന് കഥ തുടങ്ങുന്നതിന് മുൻപ് ലാൽ ഒരു കാര്യം ചോദിക്കട്ടെ. കൂട്ടുകാർക്ക് വീട്ടിൽ കളിക്കാൻ ആരൊക്കെയുണ്ട്? ചേട്ടനും ചേച്ചിയുമുണ്ടോ? അതോ അടുത്ത വീട്ടിലെ കുട്ടികളാണോ? എന്തൊക്കെയാ കളിക്കാറ്? ഒളിച്ചും കണ്ടും കളിക്കാറുണ്ടോ? അതോ കളിപ്പാട്ടമൊക്കെ വെച്ചിട്ടാണോ കളിക്കാറ്? കൂട്ടുകാരോട് തല്ലുണ്ടാക്കാറുണ്ടോ? കളിപ്പാട്ടം തരില്ലാന്നൊക്കെ പറഞ്ഞ്, വലിയ പന്ത് എനിക്ക് വേണം, ഞാനാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരോടോ ചേച്ചിയോടോ ചേട്ടനോടൊക്കെ തല്ലുണ്ടാക്കാറുണ്ടോ? ലാലയ്ക്കറിയാം, ലാലയുടെ വാവകൾ അങ്ങനെ കളിപ്പാട്ടമൊന്നും കൊടുക്കാതെ വാശിയൊന്നും പിടിച്ച് തല്ലുണ്ടാക്കില്ലെന്ന്. കളിപ്പാട്ടമൊക്കെ ഷെയർ ചെയ്ത് മിടുക്കരായിട്ടേ കളിക്കാറുള്ളൂ. ഇന്ന് ലാല കൂട്ടുകൂടാനറിയാത്ത രണ്ട് മുട്ടനാടുകളുടെ കഥ പറഞ്ഞു തരട്ടെ. മുട്ടനാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയുമോ? വലിയ കൊമ്പുള്ള ആട്ടിൻകുട്ടന്മാരെയാണ് മുട്ടനാടുകൾ എന്ന് പറയുക. അങ്ങ് ദൂരെ ആടാടും കര എന്നൊരു നാടുണ്ടായിരുന്നു. എന്താ ആ നാടിന് ആടാടും കര എന്ന പേര് വന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ? ലാല പറഞ്ഞു തരാം. അവിടെ ഒരുപാട് ആടുണ്ടായിരുന്നു. വലിയ മുട്ടനാടുകളും കുഞ്ഞാട്ടിൻകുട്ടികളും സുന്ദരി ആട്ടുമാമയും, അങ്ങനെ കുറേ ആടുകൾ. വേറെയും മൃഗങ്ങളൊക്കെയുണ്ട്, പക്ഷെ കൂടുതലും ആടുകളായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും ആടുകളെ പേടിയായിരുന്നു. അതെന്തിനാ ആടുകളെ പേടിക്കുന്നത്? ആടുകൾ പാവമല്ലേ? അതെ, ആടുകൾ പാവമാണ്. പക്ഷേ ആടാടും കരയിലെ ആടുകൾക്ക് ബാക്കി മൃഗങ്ങളെക്കാട്ടിലും വലിയ കൊമ്പുണ്ടായിരുന്നു. നീണ്ടു വളഞ്ഞ വലിയ കൊമ്പ്. വലിയ കൊമ്പൊക്കെ ഉണ്ടെങ്കിലും ആടുകളൊന്നും ആരെയും കൊമ്പ് വെച്ച് കുത്തിയിട്ടില്ല. എന്താണെന്നറിയോ? ആടുമുത്തശ്ശൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ആരെയും കുത്തരുത്, പേടിപ്പിക്കരുത് എന്നൊക്കെ. പക്ഷെ എന്നാലും എല്ലാവർക്കും ആടുകളെ പേടിയായിരുന്നു. എന്നിട്ടും എന്തിനാ പേടി? അതിനൊരു കാരണമുണ്ട്. അത് ലാല വഴിയേ പറഞ്ഞു തരാം. പണ്ട് ആ നാട്ടിൽ എല്ലാ മൃഗങ്ങളും ആരെയും പേടിക്കാതെ ജീവിക്കുകയായിരുന്നു. ആടാടും കരയുടെ തൊട്ടടുത്ത് ഒരു കുഞ്ഞി കാടുണ്ട്, കാറ്റാടിക്കാട്. കാറ്റാടിക്കാടിനും ആടാടുകരയ്ക്കും നടുവിലൂടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? കല്ലുകുത്തിപ്പുഴ. അങ്ങ് മേലെ കല്ലുകുത്തി മലയുടെ മുകളിൽ നിന്ന് വരുന്ന പുഴയായതുകൊണ്ടാണ് കല്ലുകുത്തിപ്പുഴ എന്ന പേര് കിട്ടിയത്. മലയുടെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായാണ് പുഴ ആടാടും കരയിലേക്ക് എത്തുക. ഈ കാറ്റാടിക്കാട്ടിൽ നിറയെ കാറ്റാടി മരങ്ങളുണ്ട്. എന്താ കൂട്ടുകാരെ കാറ്റാടി മരങ്ങളുടെ പ്രത്യേകത? കാറ്റാടി മരങ്ങൾ നല്ല കാറ്റ് വന്നാൽ നന്നായി ആടും. അതുകൊണ്ടാണ് അവയെ കാറ്റാടി മരങ്ങൾ എന്ന് വിളിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ കാറ്റാടി മരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. അങ്ങനെയാണ് അത് കാറ്റാടിക്കാടായത്.
ആടാടും കരയിൽ എല്ലാ മൃഗങ്ങളുമുണ്ട്, ഒരാളൊഴികെ. ആരാ അത്? കുറുക്കൻ. അശ്ശോ, അതെന്താ ആടാടും കരയിൽ കുറുക്കനില്ലാത്തത്? അതിരിക്കട്ടെ, കുറുക്കനെ ഇംഗ്ലീഷിൽ എന്താ പറയുക? കൂട്ടുകാർ ലാലയ്ക്കൊന്ന് പറഞ്ഞു തന്നേ. ആ, ഫോക്സ്. ഫോക്സിന്റെ സ്പെല്ലിംഗ് കൂട്ടുകാർക്കറിയാം. നമുക്കൊരുമിച്ച് പറയാം. FOX, ഫോക്സ്. ഒന്നുകൂടെ പറഞ്ഞാലോ? FOX, ഫോക്സ്. വെരി ഗുഡ്. അപ്പോ കുറുക്കൻ മാത്രം ആടാടും കരയിലില്ല. അതെന്താ? കൂട്ടുകാർക്കറിയോ? അതെന്താന്ന് വെച്ചാലേ, പണ്ട് കുറുക്കനും ആടാടും കരയിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാ മൃഗങ്ങളും സ്നേഹത്തോടെ ജീവിക്കുന്ന സമയം കുറുക്കൻ മാത്രം കള്ളത്തരം കാണിക്കാൻ തുടങ്ങി. എന്തു കള്ളത്തരമാണ് കുറുക്കൻ കാണിച്ചതെന്നറിയുമോ? കുറുക്കൻ ആരും കാണാതെ ഒറ്റയ്ക്ക് മെയ്യുന്ന കുഞ്ഞാടുകളെ പിടിച്ചോണ്ടു പോകും. എന്നിട്ട് കല്ലുകുത്തി പുഴ കടന്ന് കാറ്റാടി കാട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കറുമുറേന്ന് തിന്നും. ഒരു ദിവസം കുറുക്കൻ ആടുകളെ പിടിച്ചുകൊണ്ടു പോകുന്നത് ആടുമുത്തശ്ശൻ കണ്ടു. ദേഷ്യം വന്ന മുത്തശ്ശനും കൂട്ടരും കുറുക്കന്മാരെയെല്ലാം ഒറ്റയിടിക്ക് കാറ്റാടി കാട്ടിലെത്തിച്ചു. എന്നിട്ട് മേലാൽ കല്ലുകുത്തിപ്പുഴ കടന്നാടാടും കരയിലേക്ക് വരരുത് എന്ന് താക്കീതു ചെയ്തു. മുത്തശ്ശന്റെ കൊമ്പുകൊണ്ടുള്ള ഈടി കിട്ടിയ കുറുക്കന്മാർ പിന്നീട് ആ വഴിക്ക് വന്നിട്ടേയില്ല. അന്നു തൊട്ട് വലിയ കൊമ്പുള്ള ആടുകളെ ബാക്കി മൃഗങ്ങൾക്കെല്ലാം പേടിയാണ്. എന്നാൽ ഈ പേടി വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന രണ്ടാടുകളുണ്ടായിരുന്നു അവിടെ. ആരാ കൂട്ടുകാരെ അവർ? ചിണ്ടനും കിണ്ടനും. മറ്റു ആടുകളെപ്പോലെ അവർക്ക് വലിയ കൊമ്പുണ്ടായിരുന്നു. അത് വലിയ ശക്തിയാണെന്നായിരുന്നു രണ്ടാളുടെയും വിചാരം. തക്കം കിട്ടുമ്പോഴൊക്കെ കൊമ്പു കുലുക്കി മറ്റു മൃഗങ്ങളെ പേടിപ്പിക്കാനും രണ്ടാൾക്കും വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കളിക്കുമ്പോഴും തീറ്റ തേടുമ്പോഴും ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ പേടിപ്പിച്ച് നടക്കും. പേടിക്കാത്തവരോട് ഒറ്റ അടിക്ക് കാറ്റാടിക്കാട്ടിൽ എത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാകും. കൂട്ടുകാർ ലാലയ്ക്ക് നമ്മുടെ ഈ വഴക്കാളി ചിണ്ടനെയും കിണ്ടനെയും വരച്ചു തരുമോ? അങ്ങനെയിരിക്കെ മഴക്കാലം വന്നു. കല്ലുകുത്തിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. കൂട്ടുകാർക്കറിയാമോ പുഴയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക എന്ന്? എന്താ കൂട്ടുകാരെ? റിവർ. റിവറിന്റെ സ്പെല്ലിംഗ് കൂട്ടുകാർക്കറിയാം. ലാലയ്ക്കൊന്ന് പറഞ്ഞു തരുമോ? നമുക്ക് ഒരുമിച്ച് പറയാം. RIVER.
R river. നമുക്കൊന്നുകൂടെ പറഞ്ഞാലോ? R I V E R river. കല്ലുകുത്തിപ്പുഴയുടെ അടിഭാഗത്ത് നിറയെ പാറകളായിരുന്നു. പുഴ കടക്കാൻ പാറക്കല്ലുകളിൽ ചവിട്ടി ചാടി പോകാം. വളരെ എളുപ്പം. എന്നാൽ മഴക്കാലം വന്നാൽ പിന്നെ ആർക്കും പുഴ കടക്കാനാവില്ല. പാറക്കല്ലുകളൊക്കെ വെള്ളത്തിന്റെ അടിയിലാവില്ലേ? എല്ലാ കാലവും അങ്ങനെ തന്നെ. ഇത്തവണയും മഴക്കാലം വന്നപ്പോൾ പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. മഴക്കാലം വന്നാൽ എല്ലാവരും തീറ്റ തേടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ബാക്കി മൃഗങ്ങളെല്ലാവരും സഹകരിച്ച് തീറ്റ തേടുമ്പോൾ ചിണ്ടനും കിണ്ടനും മാത്രം കൊമ്പു കുലുക്കി എല്ലാവരെയും പേടിപ്പിച്ചു നടക്കുന്നത് ആടുമുത്തശ്ശൻ കണ്ടു. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, മുത്തശ്ശൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, കൂട്ടരെ, ഇത്തവണയും കല്ലുകുത്തിപ്പുഴ നിറഞ്ഞു കവിഞ്ഞു. എല്ലാ തവണയും പോലെ നമ്മൾ പുഴ കടക്കാനാവാതെ ഇരിക്കാൻ പോകുന്നില്ല. മുത്തശ്ശൻ പറയുന്നത് ആർക്കും മനസ്സിലായില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി. ഇത്തവണ നമ്മുടെ ചിണ്ടനും കിണ്ടനും കൂടി നമുക്കൊരു പാലമുണ്ടാക്കി തരും. ഇത് കേട്ട ചിണ്ടനും കിണ്ടനും നല്ല പോലെ ഞെട്ടി. പക്ഷേ ഞെട്ടൽ കാണിക്കാതെ അവർ നിന്നു. മുത്തശ്ശൻ അവരോടായി പറഞ്ഞു, അതാ നല്ല തടിയുള്ള ഒരു മരം. നിങ്ങൾ രണ്ടുപേരും അത് പുഴയ്ക്ക് കുറുകെ മറിച്ചിടണം. നിങ്ങൾ വലിയ ശക്തരല്ലേ? അപ്പോൾ അത് വളരെ നിസ്സാരം. ഇത് കേട്ട് ചിണ്ടനും കിണ്ടനും ചിരിച്ചു. ഹഹാ, ഇത്രേ ഉള്ളോ? അത് ഞങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യും. എന്നിട്ട് രണ്ടാളും എല്ലാവരുടെയും മുന്നിൽ കൊമ്പൊക്കെ കുലുക്കി എല്ലാവരെയും നോക്കി ചിരിച്ച് പതുക്കെ മരത്തിന്റെ അടുത്തു പോയി നിന്നു. എല്ലാവരും തങ്ങളെ നോക്കുന്നുണ്ടോ എന്ന് ഒളിക്കണ്ണിട്ട് നോക്കി. എന്നിട്ട് പതുക്കെ പുറകോട്ടു മാറി ഓടി വന്ന് മരത്തിൽ ഒറ്റ ഇടി. അമ്മേ! കൊമ്പൊടിഞ്ഞില്ലെന്നേ ഉള്ളൂ. രണ്ടാളും വേദന സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ചുറ്റും നിന്ന മൃഗങ്ങളാവട്ടെ കൈയടിച്ച് ഒച്ചയുണ്ടാക്കി രണ്ടാളെയും നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഷെടാ, ഇനി എന്തു ചെയ്യും? ഒന്നും കൂടി ശ്രമിക്കാം. രണ്ടാളും അല്പം അധികം പുറകോട്ട് മാറി നിന്ന് നല്ല വേഗത്തിൽ ഓടി വന്ന് മരത്തിലൊറ്റയിടി. ഇത്തവണ മരത്തിനു മുകളിലിരുന്ന മൈന പറന്നുപോയി. അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇടിച്ച ഇടിയിൽ ചിണ്ടന്റെയും കിണ്ടന്റെയും കൊമ്പിന് ചെറിയൊരനക്കം സംഭവിച്ചോ എന്ന് തോന്നിപ്പോയി. ശേ,
നാണക്കേടായല്ലോ, രണ്ടാളും വിചാരിച്ചു. രണ്ടാൾക്കും വാശിയായി. ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. രണ്ടാളും ഒരുപാട് ദൂരെ ചെന്ന് നല്ല വേഗത്തിൽ ഓടി വന്നു. എന്നിട്ടോ ഒറ്റയിടി. ദേ കിടക്കുന്നു താഴെ. ചിണ്ടനും കിണ്ടനും ഇടിച്ച ഇടിയിൽ രണ്ടാളും ബോധം പോയി പൊത്തോന്ന് താഴെ വീണു. ഇത് കണ്ട് മറ്റു മൃഗങ്ങളെല്ലാം ഓടി വന്നു. എന്നിട്ട് വേഗം രണ്ടാളെയും വിളിച്ചുണർത്തി വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് എല്ലാ മൃഗങ്ങളും ചേർന്ന് ഒറ്റക്കെട്ടായി ആ മരം തള്ളിമറിച്ച് കല്ലുകുത്തിപ്പുഴയ്ക്ക് കുറുകെയിട്ടു. ഇത് കണ്ട ചിണ്ടനും കിണ്ടനും നാണം കെട്ടുപോയി. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും ലാലയുടെ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? ഒരുമയാണ് ഏറ്റവും വലിയ ശക്തി, അല്ലേ? പിന്നീടുള്ള കാലം ചിണ്ടനും കിണ്ടനും ആരെയും പേടിപ്പിക്കാതെ എല്ലാവരോടും കൂട്ടുകൂടി സന്തോഷമായി ജീവിച്ചു. നല്ല കഥയല്ലേ? ഇഷ്ടായോ? എന്നാൽ ലാലയുടെ കൂട്ടുകാർ കണ്ണടച്ചേ. ഉറക്കം വരുന്നില്ലേ? ലാലയുടെ കൂട്ടുകാർക്ക് സുഖനിദ്ര. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.